ഹലോ, ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ഈവനിങ്ങിൽ നമ്മൾ മലയാളി കടയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോവാണ്. വീക്കെൻഡിലാണ് നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പോവാറ്. പച്ചക്കറിയും ഒന്നുമില്ല, നാളെ സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ വേണം. അത്രയും ദിവസം പച്ചക്കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം മോക്കാണ് അയാൾക്ക് നിർബന്ധമുള്ളത് സൺഡേ ആകുമ്പോൾ സ്പെഷ്യൽ. മോക്കും മോനും സൺഡേ സ്പെഷ്യൽ വേണം. മറ്റിപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല ഈ പ്രാവശ്യം. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ച് ചൂട് കുറവൊന്നുമില്ല, എന്നാലും കുറച്ച് ഒരു മൂടൽ പോലത്തെ ഒരു ക്ലൈമറ്റാണ് ഇപ്പം ഇന്ന്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് കടയിലേക്ക് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം. क्वालिटी भी अच्छी है, डिस्काउंट भी चल रहा है। सबसे अच्छे मसाले जा रहे हैं नंबर 1 ब्राउन शुगर। अच्छा, एक ब्राउन शुगर का पैकेट दे देना। പോരെ, നമ്മളെ സാമ്പാർ പൊടി ബ്രാഹ്മിൺസൊക്കെ ഇത് അവിടെ വരാൻ തുടങ്ങി. അവിടെ ഉണ്ട്. അതെ അതെ, മലയാളി സാധനങ്ങൾ വേണ്ട. പോരെ, കഴിഞ്ഞു മതി. അങ്ങനെയല്ല, एक दो डबल चाबी और 5 को राजा राजू। 5 को राजा, 1 को डबल चाबी। ഞങ്ങളങ്ങനെ ഇവിടെ കോണ്ടലി ബസാറിൽ നിന്ന് അരിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളിനി ഇവിടെ അടുത്തൊരു ചെറിയൊരു മീൻ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണ് വാങ്ങിക്കുക. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം അവിടെ മീനൊക്കെ ഉണ്ടോയെന്ന്. നാട്ടിൽ അമ്മ വിളിക്കുമ്പോൾ പറയും ഭയങ്കര ട്രോളിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് മീനൊക്കെ ഭയങ്കര മത്തിക്കൊക്കെ ഭയങ്കര വിലയാണ് എന്നൊക്കെ പറയും. ഇവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ പിന്നെ അങ്ങനെ മീൻ നമ്മളെ നാട്ടിൽ അത്രയൊന്നും മീൻ ഉണ്ടാവില്ല, കുറച്ചൊക്കെ മീനുണ്ടാവും. പോയി നോക്കാം എങ്ങനെയാണ്. കുറേ ആയി ഇപ്പം നാട്ടിൽ നിന്ന് വന്നേരെ മീനൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾ വരുമ്പം കുറച്ച് ഉണക്കസ്രാവും അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചതിന് അവർക്ക് ഏകദേശം കഴിയാറായി. അപ്പോൾ ഇനി പോയി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഞങ്ങളിത് അവിടെ ഇങ്ങനെ ട്രാഫിക്കിൽ ഇങ്ങനെ പെട്ടിരിക്കുകയാണ്. ഈ വൈകുന്നേര സമയമായതുകൊണ്ട് എല്ലാവരും ഓഫീസൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമല്ലേ, അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ റോഡൊക്കെ. അപ്പോൾ ഭയങ്കര ട്രാഫിക് തന്നെയാണ് ഇവിടെ. ഇങ്ങനെയാണ് സമയങ്ങൾ പോവുക നമ്മുടെ. ഇപ്പോൾ ചൂട് ലേശം എന്താ പറയുക, ഒരു വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം എന്ന് പറയാം. ഇവിടെയൊക്കെ ഒരു മാർക്കറ്റ് കേട്ടോ, പച്ചക്കറി മാർക്കറ്റ്. പക്ഷെ കാറിൽ വരുന്നതുകൊണ്ട് നമുക്ക് എല്ലായിടത്തിലും പാർക്കിങ് കിട്ടൂല. അതുകൊണ്ട് നമുക്കവിടെ ഇറങ്ങാൻ വയ്യ. തക്കാളിക്കൊക്കെ ഭയങ്കര വിലയാന്നൊക്കെ അമ്മ വിളിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഇവിടെ എന്താണോ ഇനി പോയി നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതാ ഞങ്ങളെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും സമയം പോയി. മീൻ മാർക്കറ്റിൽ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര അത്യാവശ്യം തിരക്കുണ്ടാവും. കാരണം സൺഡേ, പിറ്റേ ദിവസം സൺഡേ അല്ലേ. അപ്പോൾ എല്ലാവരും ഓഫീസൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്ന സമയം. അപ്പോൾ നല്ല ബ്ലോക്കൊക്കെ ആയിരിക്കും. പിന്നെ മാർക്കറ്റിലും തിരക്കുണ്ട്. അതുകൊണ്ട് ഞാൻ മീൻ മാർക്കറ്റിൽ നിന്നൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു 7:30 സമയം.
അപ്പോൾ ഈ 7:30 ഇതായി ഇങ്ങനെ എത്രയൊക്കെ ഇരുട്ടായിട്ടുള്ളൂ. നമ്മളവിടെയൊക്കെ ആണെങ്കിൽ നല്ല ഇരുട്ടാവില്ല 7:30 ആകുമ്പോൾ. ഞാൻ കാണിച്ചു തരാം. നാട്ടിലൊക്കെ അമ്മ പറഞ്ഞിട്ട് തക്കാളിക്ക് 100 രൂപ കിലോ എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ 50 രൂപയേ ഉള്ളൂ കേട്ടോ കിലോ. 50 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. കിലോ 50 എന്നാണ് പറഞ്ഞത്. പച്ചക്കറിയൊക്കെ നല്ല വില കേട്ടോ. നമുക്ക് ഇപ്പം പറ്റാത്ത ഇതായിട്ടുണ്ട്, നല്ല വിലയായിട്ട്. പക്ഷേ നാട്ടിലേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കറി, നാട്ടിൽ കാണാത്ത പച്ചക്കറികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനി ഞങ്ങളുടെ മൺഡേ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇനി അവിടെ പോകുമ്പോൾ ഞാൻ വീഡിയോ ഒരു പ്രാവശ്യം എടുക്കുന്നുണ്ട്. പറ്റുമ്പോൾ ഞാൻ എടുക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ കാണിച്ചിട്ട് നല്ല ഫ്രഷ് പച്ചക്കറി ആയിരിക്കും കേട്ടോ. അവിടെ തണുപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലും നല്ല നല്ല ഫ്രഷ് പച്ചക്കറി ആയിരിക്കും. ചൂടത്ത് പിന്നെ ഇലവർഗ്ഗങ്ങളായാലും ശരി, പല വിധം നാട്ടിലൊന്നും കാണാത്ത ടൈപ്പൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ കാണാം. ചേട്ടനവിടെ അപ്പുറത്തെ കടയിൽ എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ എന്നോട് വണ്ടി തിരിച്ചിടാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്